കാൽവരി മൗണ്ടൊക്കെ ഇപ്പോൾ പഴയ പോലല്ല, ഒരുപാട് കെട്ടിടങ്ങളൊക്കെ വന്നിട്ടുണ്ടോ. ഈ കെട്ടിടങ്ങളൊക്കെ വന്ന് പ്രസ്ഥാനങ്ങളൊക്കെ തുടങ്ങിയിരിക്കുന്നു. ഇവിടുന്ന് മുകളിലേക്കാണ് കേട്ടോ നമുക്ക് കയറിപ്പോകാനുള്ളത്. ഇവിടെ ഒരു പുതിയ പരിപാടി വന്നിട്ടുണ്ടല്ലോ, ഒരു ബസ് കഫേ ആണെന്ന് തോന്നുന്നല്ലേ, ഹോട്ടലോ അങ്ങനെ എന്തോ പരിപാടിയൊക്കെയാണ്, മൂന്നാറിലെ പോലെ. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് കാൽവരി മൗണ്ട് വ്യൂ പോയിന്റ്. ഇവിടേക്ക് എപ്പോഴും വാഹനങ്ങളൊക്കെ വരാറുണ്ട് ഇടുക്കി ഡാമിൻ്റെ കാഴ്ചകൾ കാണാൻ. ഹായ്, നമ്മളങ്ങനെ വീണ്ടും കാൽവരി മൗണ്ടിലാണ് കേട്ടോ. മഴയൊക്കെ പെയ്ത് വന്നപ്പോഴേ ഇവിടെ പ്രതലങ്ങളൊക്കെ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ച് കയറിയാണ്. ഇന്ന് നടന്നാണ് മുകളിലോട്ട് പോകുന്നത് കേട്ടോ. നമ്മൾ ഇവിടെ റിസോർട്ടിൽ ഒരു ഇൻവെർട്ടർ വെക്കാനുണ്ടേ, അത് നോക്കാൻ വേണ്ടി വന്നോ. അപ്പോൾ അവർ ചെറുതോണി അവിടെ എങ്ങാണ്ട് എത്തിയതേ ഉള്ളൂ. അപ്പോൾ കുറച്ച് സമയമുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് മുകളിൽ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം അല്ലേ. ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയേ, എന്ത് ഭംഗിയുള്ള കാഴ്ചയെന്നുണ്ടോ. 10 മൈലിലെ പള്ളി, അതിൻ്റെ ഇപ്പുറത്തൊരു റിസോർട്ട്, താഴെ റോഡ്, ഇടുക്കി ചെറുതോണി കട്ടപ്പന റോഡ്. പിന്നെ അങ്ങുണ്ടോ കുറേ മലനിരകൾ ഇങ്ങനെ കാണാം നമുക്ക്. അതിൻ്റെ അങ്ങേറ്റത്ത് നമുക്ക് പാൽക്കുടമേടിൻ്റെ കാഴ്ചകൾ കാണാം. പാണ്ടിപ്പാറയുടെ അപ്പുറത്തെ വശത്തുള്ള ആ ഒരു മലനിരകളാണ് ആ കാണുന്നത് കേട്ടോ. ഇന്ന് ദിവസമാണെങ്കിലും മുകളിലേക്ക് അത്യാവശ്യം വാഹനങ്ങൾ പോകുന്നു. ഇപ്പോൾ കുറേ കാറൊക്കെ അങ്ങോട്ട് കയറി പോകുന്നുണ്ട്, ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഇവിടുത്തെ റോഡ് കംപ്ലീറ്റ് കോൺക്രീറ്റ് ആണ് കേട്ടോ. ടാറിങ് ചെയ്താൽ നിൽക്കത്തില്ല. നല്ല ഒരുവിധം ചെറിയ കയറ്റമാണ് കേട്ടോ മുകളിലോട്ട്. ഈ സൈഡൊക്കെ നല്ല പച്ചപ്പാണേ, പുല്ലൊക്കെ കയറി. ഇപ്പോഴാണ് ഭൂമി കാണാൻ നല്ല കളറ്, എന്നാ ഭംഗിയാന്നുണ്ടോ, പച്ച കളറ്. ഇടയ്ക്ക് ഈ കമ്മലൊക്കെ പോലുള്ള ചെറിയ പൂക്കളെ ഇത് ഒരുപാട് സ്ഥലത്ത് നമ്മൾ കാണുന്നുണ്ടേ. പക്ഷെ ഇത് ഭയങ്കര ഭംഗിയാണ് കാണാൻ. അങ്ങോട്ടൊരു വഴിയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. മേഘമല റിസോർട്ടുകാരുടെയാണ് ആ സ്ഥലമെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ചെറിയ ജംഗ്ഷനാണേ, മുകളിലേക്കുള്ള റോഡ്. ഇതാ ഇതിലെ ഒരു റോഡ് കണ്ടോ, ഇങ്ങോട്ടൊരു റോഡ് പോകുന്നതാണ്. അത് കുറച്ച് വീടുകളും റിസോർട്ടുകളൊക്കെ ഉണ്ട് ആ വഴിക്ക്. പിന്നെ മനോഹരമായൊരു തേയിലത്തോട്ടമൊക്കെ കാണാം. അത് നോക്കി, അതിൻ്റെ ഇടയ്ക്ക് അങ്ങ് മുകളിലൊരു റിസോർട്ട് കാണാം, ചുവന്ന പെയിൻ്റൊക്കെ അടിച്ചിട്ട്. ഇതും ഒരു ചർച്ചാണ് കേട്ടോ. ഈ ചർച്ചിൻ്റെ അവിടെ നമുക്ക് അവിടെ കണ്ടോ 10 മൈലിലെ പള്ളി, സെൻറ്റ് ജോർജ് ചർച്ച് അവിടെ കാണാം. ആ മലയുടെ മണ്ടയിൽ വലിയൊരു കുരിശൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതുണ്ട് റിസോർട്ടുകളൊക്കെ പന്ത് വെച്ചേക്കുന്നത് വിളുമ്പത്ത്. നമുക്ക് ഈ താഴത്തെ വഴിയാണ് അങ്ങോട്ട് പോകേണ്ടത് കേട്ടോ. ഇത് ഈ മുകളത്തെ 2 റിസോർട്ടിലേക്ക് പോകാനുള്ള വഴി ചെയ്തു വെച്ചേക്കുന്നതാണേ. ഇവിടെയൊക്കെ ആദ്യം വഴിയുണ്ടല്ലോ ഭയങ്കര മോശമായിരുന്നേ, ഇപ്പം കുറച്ചായുള്ളതൊക്കെ നന്നാക്കി എടുത്തിട്ട്. ഇവിടെ ഒരു കപ്പൽ ഹോം സ്റ്റേ ഒക്കെ കാണാം. ഇത് ഈ മേഘമല റിസോർട്ട് കമ്പനിയുടെയാണ്. ഇവിടെ ഈ മേഘമല റിസോർട്ട് കമ്പനിക്ക് ഒരുപാട് ഹോം സ്റ്റേ റിസോർട്ടൊക്കെ ഉള്ളതാണ്. അവരുടെ തന്നെയാണ് ഇതുകൊണ്ട് ഒരു ജീവൻ ടി വി എന്ന് പറഞ്ഞിട്ട്, ജീവൻ ടി വി അല്ല, ടീ ആണ് കേട്ടോ, ചായപ്പൊടി. അതിൻ്റെ ഒരു ഔട്ട്ലെറ്റ് സെൻ്ററാണ് ആ കാണുന്നത്. ഈ റിസോർട്ട് ഉണ്ടോ, ഇതിൽ കയറുന്നതിന് നമ്മൾ അഡീഷണൽ ആയിട്ട് 20 രൂപ മറ്റേ കൊടുക്കണം കേട്ടോ. അത് കാണാൻ വേണ്ടി കയറുന്നത്. വാസ്കോഡഗാമയുടെ കപ്പലിൻ്റെ ഷേപ്പിലായി പണിതേക്കുന്നു കേട്ടോ. പിന്നെ മണ്ടയ്ക്ക് വാസ്കോഡഗാമ ഇരിപ്പുണ്ട്. നല്ല പൂക്കളല്ലേ. ഒരു ചെറിയ കുളമൊക്കെ ഉണ്ട്, ഇതിനകത്ത് പെഡൽ ബോട്ടിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ പ്രവേശന ഫീസ് കൂട്ടിയിട്ടുണ്ട്. നേരത്തെ 20 രൂപയായിരുന്നു, ഇപ്പോൾ 50 രൂപയാക്കിയിട്ടുണ്ട്. ആ പെഡൽ ബോട്ട് കിടക്കുന്നുണ്ട്. ഫോട്ടോഗ്രാഫിയൊക്കെ ഇതിൻ്റെ മണ്ടേ കയറി എടുക്കുന്നതിന് 2500 രൂപ ഫീസ് അവിടെ ഉണ്ട് കേട്ടോ, ക്യാമറ കൊണ്ടൊക്കെ വന്നാൽ. അവിടെ ഒരു ഇടുക്കി ഡാമിൻ്റെ ഒരു ഇത് കാണുന്നുണ്ട്. പിന്നെ പെരിയാർ വനത്തിൻ്റെയും പെരിയാർ നദി അതിലെ ഒഴുകി വരുന്നതിൻ്റെയും അത് വന്ന് ഇടുക്കി ഡാമിൽ അങ്ങോട്ട് ചേരുന്നതിൻ്റെയൊക്കെയാണ് അവിടെ കാണിച്ചേക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഒരു പൂള്. നമുക്ക് വീണ്ടും ഈ വഴിക്കാണ് മുകളിലേക്ക് പോകേണ്ടത്. ദൂരെ നിന്നൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ദൂരെ നിന്ന് കണ്ടാൽ മൊത്തത്തിലൊരു കവറേജ് കിട്ടും. അതിൻ്റെ തൊട്ടപ്പുറത്തെ ആ ഒരു കെട്ടിടത്തിൻ്റെ ഇടയ്ക്ക് ഈ കറുപ്പും പച്ചയായിട്ട് നിൽക്കുന്നതുകൊണ്ടല്ലോ ഒരു പ്രത്യേക എടുപ്പാണ് ഇതിനെ. ഇവിടെയൊക്കെ ഒരു കടകളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം അടച്ചിട്ടിരിക്കുക. കടയിൽ ഒരാൾ ഇരിപ്പുണ്ട് കേട്ടോ. ആ എന്താ പറയുന്നത്,
ചുമ്മാ ഇരിക്കണോ? ഓടിയല്ലോ നമ്മളെ കണ്ടപ്പോൾ. നമ്മളെ കണ്ട ചിലപ്പോൾ പൂച്ച വരെ ഓടുമല്ലേ? എന്ത് ചെയ്യാനാ? ഇനി ഇപ്പോൾ ഒരു 1/2 കിലോമീറ്ററോളം നടക്കാനുണ്ട് കേട്ടോ. അത്രയും നടന്നാൽ നമ്മൾ ഇടുക്കി ഡാമിൻ്റെ ആ ഒരു കാണാവുന്ന ഭാഗത്തേക്ക് എത്തുവേ. ഇപ്പം ഡാമിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്, അതുകൊണ്ട് കാണാനൊരു ഭംഗിയൊക്കെ ആയിരിക്കും. ഈ കാൽവരിമോണ്ടിലെ പള്ളിയുടെയാണ് ഈ കുരിശൊക്കെ വഴിക്ക് കൊടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ അങ്ങ് മല വരെയുണ്ട്. അവിടെ ഒരു വലിയ കുരിശ് വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്തല്ല, അപ്പുറത്ത്. ഇവിടെ നമുക്ക് റിസോർട്ടിൻ്റെ ഭംഗിയുണ്ടോ? താഴെ നമ്മൾ കണ്ട് ചുവപ്പും പച്ചയൊക്കെ ആയിട്ടേ, തേലക്കാടിൻ്റെ പച്ച കളറും കെട്ടിടത്തിൻ്റെ ചുവപ്പ് നിറവും. അതിന് മണ്ടയിൽ ഒരു സോളാറൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. ഈ സമയത്ത് എവിടെ നോക്കിയാലും ഈ തേലക്കകത്ത് മുഴുവൻ ഇങ്ങനെ വള്ളി കയറി കിടക്കുക കേട്ടോ. ഇതൊക്കെ ഇനിയായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ. ഇവിടെയൊക്കെ ഇവരിങ്ങനെ കമ്പിവേലിയൊക്കെ ഇട്ട് സ്ഥലങ്ങളൊക്കെ സംരക്ഷിച്ചിരിക്കുകയാണേ. പിന്നെ ഈ ചെറിയ മൃഗങ്ങളുടെയൊക്കെ മുയൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണും ഇവിടെ. അത് കയറാതിരിക്കും. ഇതുപോലെ നെറ്റായിട്ടുള്ള ഈ കമ്പി ചെയ്യുന്നത് നല്ല കേട്ടോ. ഇതിപ്പോൾ ഒരുപാട് സ്ഥലത്ത് കാണുന്നുണ്ടേ. അവരുടെ ഫോൺ നമ്പറൊക്കെ കൊടുക്കാറുണ്ട്. പെട്ടെന്നൊരു ഫെൻസിങ് വേലിയായിട്ടേ കാണുമ്പോൾ തോന്നുള്ളൂ. ഇടത്തോടെ അവിടെ ഒരു നിരന്ന പാറ, നിരന്നല്ല, ഒരു കൂമ്പം പാറയല്ലേ. അത് ഭംഗിയുണ്ടല്ലോ കാണാൻ. പക്ഷെ അങ്ങോട്ട് ചെല്ലാനൊരു വഴിയില്ല. ഇവിടം കൊണ്ടൊക്കെ കുറച്ചടാ ഒരു ടാറിങ് റോഡാണ്. കുറച്ച് നിരപ്പ് വരുന്നൊരു, നിരപ്പല്ല, ചെറിയ കയറ്റം. അതാണ് അവിടെയൊക്കെ ടാറിങ് റോഡാണ്. ഇവിടെയൊക്കെ ഇടയ്ക്കൂടെ അത് കണ്ടോ, ആ തേയിലത്തോട്ടം കാണാനും അങ്ങ് മുകളിലൊരു വീടുണ്ട്. അതുകൊണ്ട് വീടല്ല, ഹോം സ്റ്റേ ആണെന്ന് തോന്നുന്നു. ഇവിടെ അതേ കൂടുതൽ കാണുള്ളൂ. ഇനി ഒരു കുറച്ച് ദൂരം കൂടെ ഉള്ളൂ കേട്ടോ. ഒരു കണക്ക് പറയുന്ന ഒരു സുഖമുണ്ട് ഇപ്പോൾ ഇങ്ങനെ നടക്കാനില്ലേ. നല്ല വെയിലത്തൊക്കെയാണ് നമുക്ക് ഭയങ്കര മടുപ്പായിരിക്കും. ആ മുകളിൽ കാണുന്നുണ്ടോ, അവിടെയാണ് അങ്ങോട്ടുള്ള എൻട്രൻസ്. അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ടേ. 25 രൂപയായിരിക്കും മിക്കവാറും ടിക്കറ്റ്. ഇവിടെ കണ്ടോ, ഇവിടെ നിന്നൊക്കെ റിസോർട്ടുകളിലേക്കുള്ള വഴി ചെയ്തു കേട്ടോ. ഇതിൻ്റെ മുകളിലൊക്കെ റിസോർട്ടുകൾ പുതിയത് പണിയുന്നുണ്ട്, പണി തീർന്നുമുണ്ട്. അതാ പകുതി പണിക്ക് നിർത്തിപ്പോയതുണ്ട്. ഇവിടെ ഈ താഴ്വാരത്തിൽ കണ്ടോ കുറച്ച് തേയില ഇങ്ങനെ നിൽക്കുന്നത്. അത് കാണാൻ ഒരു ഭംഗിയല്ലേ അല്ലേ. ഇനി അങ്ങോട്ട് കോൺക്രീറ്റ് റോഡാണേ. ഇവിടുന്ന് അങ്ങോട്ട് നല്ലൊരു കയറ്റമാണ് കേട്ടോ. ഓ, അങ്ങോട്ട് കയറ്റം മാത്രമല്ല, അവിടുത്തെ ഒരു ഭംഗിയുണ്ടോ, കാഴ്ച നോക്കി എങ്ങനെയുണ്ടെന്ന്. നീലാകാശവും മരക്കൂട്ടവും തേയിലക്കാടും ആ കെട്ടിടങ്ങളും ആകെ മൊത്തം അടിപൊളി കാഴ്ച. ഇപ്പുറത്തൊരു ഇല്ലിക്കൂട്ടം. ആ കുരിശുമല ആ കാണുന്ന കേട്ടോ. അതിൽ ഇങ്ങേ സൈഡിൽ കണ്ടോ, ഈ റിസോർട്ടിൻ്റെ പണി പൂർത്തീകരിച്ചില്ല ഇവരല്ലേ. അവിടെ പ്രവർത്തനം ഇല്ലാന്ന് തോന്നുന്നു. ഒരു മീൻ വണ്ടി കയറി വരുന്നുണ്ട്. ഇവരിവിടേക്ക് എവിടെയാണ് മീൻ പിടിക്കാൻ പോകുന്നത്? ആ റിസോർട്ടുകളിലൊക്കെ കൊടുക്കാനായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നപ്പോഴത്തേക്കും കുറച്ച് മടുത്തു കേട്ടോ. താഴെ ഇങ്ങോട്ട് നല്ലൊരു കയറ്റവും പിന്നെ ഇടയ്ക്ക് ചില നിരപ്പും വീണ്ടും കയറ്റവും. അപ്പോൾ ഏതായാലും നമ്മൾ മുകളിലേക്ക് എത്തി കേട്ടോ. ഇതെല്ലാം മൊത്തം തേയിലത്തോട്ടമാണ്. അതിൻ്റെ നടുക്കുണ്ട് റിസോർട്ട് ഇരിക്കുന്നത്. എത്ര നിലയാണ് അത്? 4ഓ 5ഓ നിലയാണ്. ഇവിടെ ഒരു കോഫി ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു, നല്ല അടച്ചിട്ടിരിക്കുകയാണ്. ഇതാ ഇവിടെയുണ്ട് ആ ചെടി കേട്ടോ, മഞ്ഞയും പച്ചയും കളറുണ്ട്. എൻട്രൻസ്. നമുക്ക് ഈ സൈഡിൽ നിന്നും അങ്ങോട്ട് നല്ല കാഴ്ച കിട്ടുന്നുണ്ട് കേട്ടോ. ആ റിസോർട്ടും താഴെ 10-ാം മൈലിലെ പള്ളി, പിന്നെ നമ്മളിങ്ങോട്ട് കയറി വന്ന വഴിയൊക്കെ. ഡാമിൻ്റെ കാഴ്ചകൾ കാണണമെങ്കിൽ നമ്മൾ അവിടുന്ന് ടിക്കറ്റ് എടുത്ത് അകത്തോട്ട് പോകണം കേട്ടോ. നല്ല കാറ്റ്, അത് നല്ല തണുപ്പുള്ള കാറ്റാണ് കേട്ടോ. 25 രൂപയാണ് ഇവിടുത്തെ എൻട്രൻസ് ഫീസ് കേട്ടോ. അത് കുറച്ച് കാലമായിട്ടാണ്. പക്ഷേ വേറൊരു കാര്യം മതി, ഗൂഗിൾ പേയിലേ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. എൻ്റെ പിന്നെ ലാസ്റ്റ് എൻ്റെ 25 രൂപ ഉണ്ടായിരുന്നു, അത് ഞാൻ കൊടുത്തു. എല്ലായിടത്തും ചെന്ന് കുറച്ച് സ്ഥലങ്ങളിൽ ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഗൂഗിൾ പേ പറ്റിയല്ല, പൈസ ആയിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇത് ഓരോ സ്ഥലങ്ങളിൽ ഓരോ മാറ്റമാണെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും ആട്ടെ, നമുക്കിപ്പോൾ ഇവിടെ ഒന്ന് കയറി കണ്ടുപോയാൽ മതിയല്ലോ. നമ്മൾ താഴെ നിന്ന് കണ്ടോ ആ വലിയ കെട്ടിടം കണ്ടോ. പക്ഷെ ഇവിടെ ആളൊന്നും ഇല്ല കേട്ടോ. ഇത് ഇവരുടെ കോട്ടേജുകളാണ്. 2 കോട്ടേജ് ഇവിടെ ഉണ്ട്.
നമുക്കിവിടെ താമസിക്കാം. പക്ഷേ ഇവിടെ എന്തോ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഫ്രണ്ടിലേക്കൊരു കാർ പോർച്ച് പോലെ എന്തൊക്കെ സംവിധാനങ്ങൾ പണിയുന്നുണ്ട്. ഇവിടെയൊക്കെ ഈ ഒരു സ്ട്രെച്ചറിൽ ഇത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഈ ഒരു കോട്ടേജ് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടോ. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഡാമാണ്. അവിടെ പൂന്തോട്ടത്തിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ആ പുല്ലിനകത്തോടൊക്കെ ആൾക്കാർ ഇരിപ്പുണ്ടേ. നോക്കിയാൽ താഴോട്ട് ഇടുക്കി ഡാമിൻ്റെ ഒരു ഭംഗി കാണണമെങ്കിൽ ഓവർ വെള്ളമൊന്നുമില്ല കേട്ടോ, ഒരു മീഡിയം വെള്ളമുണ്ട്. ഇവിടെ ഇങ്ങനെ ഇറക്കി പണിയുമാണ് അവർ. സൈഡ് കൂട്ടിയത് കോട്ടേജ് വലുതാക്കാനാണോ എന്ന് അറിയത്തില്ല. അതുകൊണ്ട് അവിടെ വലിയൊരു റിസോർട്ട് ഇരിക്കുന്നുണ്ട്. നമുക്ക് ഇതിലേ വന്ന് അങ്ങോട്ട് പോയി നോക്കാം അല്ലേ. എന്താ ഒരു നല്ല കാറ്റ് കേട്ടോ. ഒരു ഓവർ കാറ്റൊന്നുമില്ല, ഒരു മീഡിയം കാറ്റേ ഉള്ളൂ. അതിന് ഒരു പ്രത്യേക സുഖമുണ്ടേ. ഇന്ന് നോക്കുമ്പം കണ്ടോ അവിടെ ഒരു ഇടയ്ക്കൊരു മല ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നത്. അതാണ് കൊച്ചിടുക്കി എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. ഇടുക്കി ഡാമിൻ്റെ ആദ്യത്തെ ഒരു പണിയൊക്കെ ചെയ്യാൻ ഉദ്ദേശിച്ച സ്ഥലമാണ് കൊച്ചിടുക്കി എന്ന് പറയുന്നത്. അങ്ങേ അറ്റത്താണ് കാണുന്നത്. എങ്ങനെ കാണാമെന്ന് എനിക്കറിയത്തില്ല. എനിക്കിവിടുന്ന് കാണാം. ഇവിടുന്ന് അങ്ങോട്ട് അഞ്ചുരുളി വരെ അങ്ങ് കാണാം കേട്ടോ. ുള്ള സമയത്തെ ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കാനൊരു സുഖമാണ്. ആ ഡാമിൽ നിന്ന് കയറി വരുന്നൊരു തണുത്ത കാറ്റ്, അത് ഇപ്പോൾ ആണെങ്കിലും നല്ലൊരു സുഖമായിട്ട് നമുക്ക് തോന്നുന്നത്. പക്ഷേ കുറേ നേരം നമ്മളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തണുക്കാൻ തുടങ്ങും കേട്ടോ. എല്ലാവരും അങ്ങേ സൈഡിലുള്ള, ഞാൻ മാത്രമേ ഈ ഭാഗത്തായിട്ട് വന്നുള്ളൂ. ഞാൻ നോക്കുമ്പോൾ ഇവിടെയാണ് നമുക്ക് സ്വസ്ഥമായിട്ട് ഇങ്ങനെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ വർത്താനമൊക്കെ പറയാമല്ലോ അല്ലേ നിങ്ങളോടെ. അപ്പോൾ അതിന് പറ്റിയൊരു സ്ഥലം ഇത്. ശരിക്കും പറഞ്ഞാൽ കുറേ ആൾക്കാർ നിൽക്കുന്നിടത്തു നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനൊരു ബുദ്ധിമുട്ടൊക്കെ വരാറുണ്ട്. അതെല്ലാവർക്കും തന്നെ ഉണ്ട്. അത് ചില സമയങ്ങളിലല്ല, എന്നാൽ ചില നമ്മളെ അറിയില്ലാത്ത ടൗണുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ചറപറാന്ന് വർത്താനം പറയാൻ തോന്നും കേട്ടോ. അപ്പോൾ നമുക്കിനി അപ്പുറത്തെ സൈഡ് ആ പൂന്തോട്ടമൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. കാൽവരിമലിൻ്റെ കാഴ്ചകൾ എങ്ങനെയുണ്ട്? നല്ല അടിപൊളിയല്ലേ? ഇപ്പം വലിയൊരു വെയിലും ഇല്ല, എന്നൊരു മൂടലാണോ അതുമല്ല, ഒരുവിധം പ്രകാശമുള്ളൊരു കാലാവസ്ഥ തന്നെയാണ് കേട്ടോ. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ കയറി വരാൻ നല്ല, അധികം കാറ്റുമില്ല, നല്ലൊരു മീഡിയം കാലാവസ്ഥ. എൻ്റെ ചുറ്റോട് ചുറ്റും കണ്ടോ നല്ല തേയിലച്ചെടികളിങ്ങനെ. ഇത് കൊളുന്തെടുത്ത് പോയതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിന് കൊളുന്തൊക്കെ ആയി പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട് അത് വെട്ടിപ്പോയതേ ഉള്ളൂ, അല്ലെങ്കിൽ ഇച്ചിരി ഒരു പച്ചക്കളറൊക്കെ കണ്ടേനെ. അപ്പം നമ്മൾ തൽക്കാലം വീഡിയോ ഇവിടെ കൊണ്ട് അങ്ങ് നിർത്തുവാണേ. ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.